MLA ഫണ്ട് വിനിയോഗത്തിൽ കട്ടപ്പന നഗരസഭ താമസം വരുത്തുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമെന്ന നഗരസഭാ ഭരണസമിതി. പ്രതിപക്ഷം ആരോപിച്ച പല പദ്ധതികളും നഗരസഭയ്ക്ക് നടത്തിപ്പ് ചുമതലയുള്ളതല്ല. പദ്ധതികളുടെ പേപ്പർ വർക്കുകളെല്ലാം നഗരസഭയിൽ നിന്നും തയ്യാറാക്കി നൽകിയതിനു ശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാലതാമസമാണ് നിലവിലുള്ളത്. സ്വന്തം കഴിവുകേട് മറച്ചുവെക്കുന്നതിന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ പഴിചാരുകയും നഗരസഭയെ കരിവാരിത്തേക്കുകയും ചെയ്യുക എന്നതിന്റെ ഉദാഹരണമാണ് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെന്ന് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP പാറപ്പായി പറഞ്ഞു. മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പന നഗരസഭയിലെ പദ്ധതികളിലേക്ക് അനുവദിച്ച 3 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരസഭ താമസിപ്പിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചത്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP പാറപ്പായി പറയുന്നു. പ്രതിപക്ഷം ആരോപിച്ച പല പദ്ധതികളുടെയും വർക്കുകൾ മുനിസിപ്പാലിറ്റിക്ക് നൽകിയിട്ടില്ല. ഹൈമാസ്റ്റ് ലൈറ്റ് അടക്കമുള്ള പദ്ധതികൾക്ക് സ്ഥലം നൽകുക, റോഡുകൾ ആസ്തിയിലുള്ളതാണോ എന്ന് പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇതിനുള്ള പേപ്പർ വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് ഉന്നത അധികാരികൾക്ക് നൽകിയതാണ്. MLA ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പല പദ്ധതികളും MLA ഓഫീസിൽ നിന്നും ഏജൻസികൾ വഴിയാണ് ചെയ്യുന്നത്. അതിൽ നഗരസഭയോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുക. എന്നാൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടിക്രമങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെന്നും സർക്കാർ തലത്തിൽ ഉണ്ടാകുന്ന കാലതാമസമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും CP പാറപ്പായി പറഞ്ഞു. പിന്നെ ഒരു കാര്യം, 20 ലക്ഷം രൂപയിൽ കൂടുതലുള്ള അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു വർക്കുകളും MLA ഓഫീസിൽ നിന്നും മുനിസിപ്പാലിറ്റിയെ ഏൽപ്പിക്കുന്നില്ല. അത് MLA ഓഫീസിൽ നിന്നും മറ്റേതോ ഏജൻസിയെ കൊണ്ടാണ് ഈ വർക്കുകളൊക്കെ ചെയ്യിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഈ കാര്യങ്ങളിൽ തുവരയാറ് 20 ഏക്കർ പൊന്നിക്കവല റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആസ്തി രജിസ്റ്ററും അതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന കത്തിന്റെയും കോപ്പികളാണ് ഇതെല്ലാം കൃത്യസമയത്ത് കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഹൈമാക്സ് ലൈറ്റും ഷോപ്പിംഗ് കോംപ്ലക്സിൽ തറയോട് പാകലും എന്ന 25 ലക്ഷം രൂപയുടെ വർക്കിനെ സംബന്ധിച്ചും മുനിസിപ്പാലിറ്റിയിൽ നിന്നും കൊടുക്കേണ്ട പേപ്പറുകൾ 18/7/2024 കളക്ടറേറ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇതിന്റെ കോപ്പിയാണ് ഇത്. ബാക്കി ഉള്ള റോഡുകൾ എന്ന് പറയുന്നത്, ബാക്കി ഉള്ള റോഡുകളിൽ 2 വർക്കുകളുടെ MLA ഫണ്ടിൽ തന്ന ഞാൻ പറഞ്ഞിരിക്കുന്നതിനുള്ള ബാക്കി 2 വർക്കുകളുടെ ബില്ല് മാറിയതാണ്. 4 വർക്കുകൾ AS-ന് ഡോക്യുമെന്റ് നമ്മൾ AS കിട്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് AS വരാനുള്ള താമസമാണ് അതിന്റെ നടത്തിപ്പിന് വരുന്നത്. 2 വർക്കിന്റെ MLA ഫണ്ടിൽ തന്നിരിക്കുന്ന മറ്റ് 2 വർക്കിന്റെ ഡോക്യുമെന്റ്സ് ഇപ്പോൾ എസ്റ്റിമേറ്റ് പ്രിപ്പറേറ്റ് ചെയ്ത് തയ്യാറായിരിക്കുകയാണ്. ഇന്ന് അതിന്റെ ഡോക്യുമെന്റ്സ് കളക്ടറേറ്റിലേക്ക് നൽകുന്നതായിരിക്കും. പ്രതിപക്ഷം ആരോപിച്ച പല പദ്ധതികളും ഫ്ലഡ് വർക്കിൽ തുക അനുവദിച്ചതാണ്. റോഡ് അടക്കമുള്ള പദ്ധതികളിൽ ഫ്ലഡ് മുഖാന്തരം റോഡ് നശിച്ചതല്ലെങ്കിൽ തുക ഇതിൽ ചിലവഴിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ വരുമ്പോൾ തുക വീണ്ടും പദ്ധതിക്കായി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന കാലതാമസം നഗരസഭയുടെ തലയിൽ കെട്ടിവെക്കാനാണ് പ്രതിപക്ഷം ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും CP പാറപ്പായി ആരോപിച്ചു. ഫ്ലഡ് വർക്കുകളിൽ ആകെ വന്നിരിക്കുന്ന 7 എണ്ണം നിലവിലുള്ളതിൽ 1 എണ്ണം കംപ്ലീറ്റ് ചെയ്ത് ബില്ല് മാറിയതാണ്. 1 എണ്ണം ടെൻഡർ ചെയ്ത് ഇടുക്കിയിലുള്ള ഒരു ലേബർ സൊസൈറ്റിയാണ് എടുത്തിരിക്കുന്നത്. ആ ലേബർ സൊസൈറ്റി എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് ITI കുന്ന് ആശ്രമംപടി റോഡ്. ITI കുന്ന് ആശ്രമംപടി റോഡ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ടെൻഡർ ചെയ്ത് ഇടുക്കിയിലുള്ള ലേബർ സൊസൈറ്റി എടുത്തിട്ട് എന്തുകൊണ്ട് ആ വർക്ക് ഇതുവരെ നടന്നിട്ടില്ല എന്ന് ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ പറയണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ബാക്കി ഉള്ള 5 എണ്ണമാണ് പിന്നെ ഫ്ലഡിലുള്ളത്. ആ 5 ഫ്ലഡ് വർക്കിൽ 5 എണ്ണം AS-ന് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് ഡോക്യുമെന്റ്സും പ്രിപ്പയർ ചെയ്ത് കളക്ടറേറ്റിൽ 5 എണ്ണം നൽകിയിട്ടുണ്ട്. നാളിതുവരെ വർക്ക് ചെയ്ത ഇതാണ് ഫ്ലഡിന്റെയും മറ്റേ MLA ഫണ്ടിനെ സംബന്ധിച്ചും നിലവിലുള്ള സ്ഥിതിവിവരം. പിന്നെ മുനിസിപ്പാലിറ്റിയുടെ 2024-25 അതായത് നാളിതുവരെ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്ത കോൺട്രാക്ടർമാരുടെ മുഴുവൻ ബില്ലുകളും മാറിക്കൊടുത്തിട്ടുണ്ട്. ഇതുവരെയുള്ള മുഴുവൻ ബില്ലുകളും മാറിക്കൊടുത്തിട്ടുണ്ട്. സ്വന്തം കഴിവുകേട് മറച്ചുവെക്കുന്നതിന് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ പഴിചാരുകയും നഗരസഭയെ കരിവാരിത്തേക്കുകയും ചെയ്യുക എന്ന അജണ്ടയാണിപ്പോൾ ചിലർ നടപ്പിലാക്കുന്നതെന്നും CP പാറപ്പായി പറഞ്ഞു.